കാസർഗോഡ് കാറഡുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇന്ന് പരിശോധിക്കും. സൊസൈറ്റി ജീവനക്കാരെ ചോദ്യം ചെയ്യും. പ്രതിയായ ബാങ്ക് സെക്രട്ടറി കെ രതീശൻ പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചുവെന്നാണ് സൂചന. അരുൺ പാറക്കൽ കാസർഗോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, ഇതിൽ ഈ പ്രതിയായിരിക്കുന്ന ബാങ്ക് സെക്രട്ടറി കെ രതീശനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഗോപികൃഷ്ണൻ, നിലവിൽ പോലീസിന് ഈ പ്രതി എവിടെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇന്നലെ പോലീസ് പറഞ്ഞിരുന്നത് ഈ കർണാടക ഭാഗത്താണ് പ്രതി ഉണ്ടായിരുന്നത്. പ്രതിയുടെ മൊബൈൽ ലൊക്കേഷനൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കർണാടക ഭാഗത്താണ് പ്രതി ഉള്ളത് എന്നായിരുന്നു. ഇന്നലെയൊക്കെ ഈ പ്രതിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് കന്നഡയിലായിരുന്നു നമുക്ക് ഈ മൊബൈലിൽ റിപ്ലൈ ലഭിച്ചിരുന്നത്, സിഗ്നലൊക്കെ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ പ്രതി തിരിച്ചെത്തി അതൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. ചില പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലീസുകാരും അത്തരത്തിലൊരു സാധ്യത തള്ളിക്കളയുന്നില്ല. പ്രതി തിരിച്ചു വന്ന് പോലീസിന് മുന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ബാങ്കുമായി ബന്ധപ്പെട്ട 5 CCTV ദൃശ്യങ്ങളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ 5 CCTV ദൃശ്യങ്ങളും ഇന്നിപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ടെക്നീഷ്യനൊക്കെ എത്തി ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഈ പട്ടാപ്പകൽ സ്വർണം കടത്തിയതൊക്കെ ഈ CCTVയിൽ ഉണ്ട് എന്നാണ്, ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ ഡോക്യുമെന്റ്സും മറ്റു കാര്യങ്ങളുമൊക്കെ പോലീസ് ഈ അന്വേഷണ സമയത്ത് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ സീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഈ കേരള ബാങ്ക് ഈ സഹകരണ ബാങ്കിന് നൽകിയ ലോൺ, അതായത് ഈ പണം അതെങ്ങനെയാണ് ഈ സെക്രട്ടറി കവർന്നത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സെക്രട്ടറി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ആ പണം പിൻവലിക്കാൻ സാധിക്കില്ല. അതിന് ബാങ്ക് പ്രസിഡന്റിന്റെ കൂടെ ഒപ്പ് വേണം. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ ഈ ബാങ്ക് പ്രസിഡന്റ് മുൻകൂട്ടി ചെക്കിൽ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടാകും. ആ ചെക്ക് ഉപയോഗിച്ചായിരിക്കാം ഈ സെക്രട്ടറി പണം കവർന്നത്. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള മറ്റാരുടെയെങ്കിലും സഹായം ഇതിന് ലഭിച്ചോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2 ബാങ്ക് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ആ 2 ബാങ്ക് ജീവനക്കാരെയും പോലീസ് അവരുടെ മൊഴിയെടുക്കുന്നുണ്ട്. ബാങ്കിലെ മറ്റ് ഭരണസമിതി അംഗങ്ങളുടെ മൊഴിയെടുക്കുന്നുണ്ട്. ഈ ഡയറക്ടർമാരുടെ മൊഴിയെടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെ കൂടി ഇതിൽ പ്രതി ചേർക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഈ പ്രതി കെ രതീശൻ, ബാങ്ക് സെക്രട്ടറി, അയാളെ CPM ഇന്നലെ പുറത്താക്കിയിരുന്നു. അദ്ദേഹത്തിന് ഇടപാടുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിലേക്ക് ഈ പണം വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. പ്രതിയുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രതി കേരളത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്നൊരു സൂചന പോലീസ് പറയുന്നുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.